അപ്പോൾ ഭരിക്കുന്നത് മുഖ്യമന്ത്രി വി ഡി സതീശനോ റവന്യൂ മന്ത്രി അനിൽകുമാറോ ആരോഗ്യമന്ത്രി കെ മുരളീധരനോ അല്ല, NGO അസോസിയേഷൻ നേതാക്കളാണ്. അവർ കൊടുക്കുന്ന കടലാസിന് ഒപ്പിട്ട് കൊടുക്കുക എന്നതാണ് ഈ മന്ത്രിമാർ ചെയ്യുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിൽ തത്വദീക്ഷയില്ലാത്ത ട്രാൻസ്ഫറുകളാണ് നടക്കുന്നത്. സാധാരണഗതിയിൽ ഒരു മാനദണ്ഡം ഉണ്ടാവും, ആരോഗ്യവകുപ്പിൽ പ്രത്യേകിച്ചും. നേഴ്സിംഗ് അസിസ്റ്റൻറ്റിന് പകരം സെക്യൂരിറ്റിയുടെ ജോലി ചെയ്യുന്നയാളെ മാറ്റുക എന്നതൊന്നും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പം ആരോഗ്യവകുപ്പ് ആളെ കൊല്ലുന്ന ട്രാൻസ്ഫർ നടത്തുന്ന വകുപ്പായിട്ട് മാറി. കേരളത്തിൽ ഇതുവരെ ഇല്ലാത്തതാണ് ഇത്തരം സംഭവങ്ങൾ. കഴിഞ്ഞ ദിവസം പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു ട്രാൻസ്ഫർ നടത്തി. അതും മാനദണ്ഡ പ്രകാരമല്ല ഉത്തരവിറക്കിയത്. ആശുപത്രി എന്നൊക്കെ പറയുമ്പോൾ രോഗി സൗഹൃദമായി മാറണമല്ലോ. ഉത്തര കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജല്ലേ. അതിന് പ്രയാസമുണ്ടാക്കുന്ന വിധത്തിൽ ഒരിടപെടലും ആരും നടത്താൻ പാടില്ലല്ലോ. 2 മരണം സംഭവിച്ചു, എന്നിട്ട് പഠിക്കുന്നില്ലല്ലോ. അപ്പോൾ ട്രാൻസ്ഫർ എന്നത് കേരളത്തിലിപ്പോൾ ആളെ കൊല്ലുന്ന വിധത്തിലാണ് UDF സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ്, റിസൾട്ട് വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം NGO അസോസിയേഷൻ്റെ ലെറ്റർ ഹെഡിൽ ട്രാൻസ്ഫർ നടത്താൻ കത്ത് കൊടുക്കുകയും ആ കത്ത് പരിഗണിച്ചുകൊണ്ട് ട്രാൻസ്ഫർ നടത്തുകയും ചെയ്തതാണ് കേരളത്തിൽ. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ജീവനക്കാർ ശക്തമായ പ്രതിഷേധത്തിലാണ്, ജനങ്ങളും ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലാണ്.